മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് നേരിടുകയാണ് ചെയ്തത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ദിവ്യ, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് പാലക്കാട് SP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. PK ഫിറോസ് ആണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ സമയം പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഇനിയും തയ്യാറായിട്ടില്ല. ഇതോടുകൂടി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ്. പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ പോലീസുമായി ഉന്തും തള്ളും തുടരുകയാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. പക്ഷേ പോലീസ് പ്രവർത്തകരെ ഇവിടെ നിന്നും തള്ളി മാറ്റുകയാണ്. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പോലീസ് ഇവിടെ നിന്നും ഈ പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് പോലീസ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഒന്നും തള്ളും നടക്കുകയാണ്. പോലീസ് തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കും. പാലക്കാട് SP ഓഫീസിലേക്കാണ് യൂത്ത് ലീഗ് മാർച്ച്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് SP ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. അതിന് പിന്നാലെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. വിവിധ വിവാദ വിഷയങ്ങളിൽ മലപ്പുറം പരാമർശത്തിലും ADGP RSS ബന്ധമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. നന്ദഗോപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. നന്ദു, ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ലേ? ദിവ്യ, പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഇതോടെ പോലീസ് പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഒരു കൂട്ടം പ്രവർത്തകരെ ഇപ്പോൾ വാഹനത്തിൽ കയറ്റി പോലീസ് ഇവിടെ നിന്നും കൊണ്ടുപോയി. ബാക്കി പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധവുമായി സ്ഥലത്ത് തുടരുകയാണ്. ഇവരെ ഉടൻ തന്നെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കും. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ആയതോടെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം തുടരുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നിലവിൽ ഉന്തും തള്ളും തുടരുകയാണ്. പ്രവർത്തകർ ഇവിടെ നിന്നും ഒരു വിഭാഗം പ്രവർത്തകർ ഇവിടെ നിന്നും ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇതോടെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മലപ്പുറത്തെ സംബന്ധിച്ചുള്ള പിണറായി വിജയന്റെ വിവാദ പരാമർശവും ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ SP ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിലാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായത്. നന്ദു, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതാണോ സംഘർഷത്തിലേക്ക് കാരണമായത്? അതെ ദിവ്യ, ഈ PK ഫിറോസിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് പ്രവർത്തകർ ഇത്തരത്തിൽ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത്.
പക്ഷേ ആ സമയം തന്നെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പക്ഷേ പിന്നീടും പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നത്. പിന്നാലെ പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഒരു വിഭാഗം പ്രവർത്തകർ വീണ്ടും ഇവിടെ പ്രതിഷേധവുമായി തുടർന്നു. ഇവരെയും ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. യെസ്, ഇപ്പോൾ പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയതോടുകൂടിയാണ് പോലീസിന്റെ നടപടി. SP ഓഫീസിലേക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ മാർച്ച്. അത് സംഘർഷത്തിലെത്തിയതോടുകൂടി ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. T നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.